2047 ഭാരതത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനാണ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ വലിയ രീതിയിലുള്ള ശ്രമം നടത്തിയത്. ആ ശ്രമം കണ്ടുകൊണ്ടാണ് കൃത്യമായ തെളിവുകൾ സഹിതമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഭീകര സംഘടനയെ പൂട്ടിയത്. നിലവിലിപ്പോൾ അതിലെ ഒരൊറ്റ നേതാക്കന്മാരും ഇനിയിപ്പോൾ സൂര്യവെളിച്ചം കാണണ്ട, തിഹാർ ജയിലിൽ തന്നെ മരണം വരെ കഴിഞ്ഞാൽ മതി എന്നുള്ള ഒരു നിർണായകമായ ഒരു നീക്കമാണ് NIA കോടതിയിൽ നിന്നും ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ചെയർമാൻ അബൂബക്കറിന്റെ മൂന്നാം ജാമ്യാപേക്ഷയും ഡൽഹിയിലെ പ്രത്യേക NIA കോടതി തള്ളിയിരിക്കുകയാണ്. UAPA പ്രകാരമുള്ള ഭീകര ഗൂഢാലോചന കേസിലാണ് പാട്യാല ഹൗസ് കോടതിയുടെ നടപടി. ഭീകര ഗൂഢാലോചന, ഭീകര പ്രവർത്തനങ്ങൾക്ക് ധനസഹായം, രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള ഗൂഢാലോചന തുടങ്ങിയ ഗുരുതര കുറ്റങ്ങളാണ് അബൂബക്കർ ഉൾപ്പെടെയുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ NIA ചുമത്തിയിട്ടുള്ളത്. അടുത്തിടെയാണ് കേസിൽ പ്രത്യേക കോടതി കുറ്റം ചുമത്തി വിചാരണ നടപടികളിലേക്ക് കടന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനത്തിന് പിന്നാലെ 2022 സെപ്റ്റംബർ 22-നാണ് അബൂബക്കർ അറസ്റ്റിലാവുന്നത്. വിചാരണ വൈകുന്നതും ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് മൂന്നാം തവണ ജാമ്യം തേടിയത്. എന്നാൽ വിചാരണ വൈകിയത് തക്കതായ കാരണങ്ങൾ ഉണ്ടെന്ന് കോടതി വിലയിരുത്തി. അബൂബക്കറിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും കോടതി വിശദമായി പരിശോധിച്ചു. നടക്കാനും സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള ബുദ്ധിമുട്ട്, പ്രമേഹം എന്നീ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് തിഹാർ ജയിലിലും വിവിധ സർക്കാർ ആശുപത്രികളിലും നൽകുന്ന ചികിത്സയിലും കോടതി തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂബക്കറിന്റെ ആരോഗ്യനില മോശമായിട്ടില്ലെന്നും ആവശ്യമായ ചികിത്സ ലഭിക്കുന്നുണ്ടെന്നും ഇന്ദ്രപ്രസ്ഥ അപ്പോളോ ആശുപത്രിയിലെ ഡോക്ടറും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വ്യക്തിഗത പരിചരണത്തിന് ആവശ്യം അല്ലെങ്കിൽ ഒരു സഹായം ആവശ്യമാണെങ്കിലും അത് ജയിലിലോ സർക്കാർ ആശുപത്രികളിലോ ലഭ്യമാക്കാൻ കഴിയുമെന്ന് മെഡിക്കൽ വിദഗ്ധർ കോടതിയെ അറിയിക്കുകയും ചെയ്തു. അബൂബക്കറിന്റെ മുൻ ജാമ്യാപേക്ഷകളും പ്രത്യേക NIA കോടതിയും ഡൽഹി ഹൈക്കോടതിയും തള്ളിയിരുന്നു. കുറ്റപത്രത്തിലുള്ള ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ട്യാ ശരിയാണെന്ന് ഹൈക്കോടതിയും നേരത്തെ നിരീക്ഷിച്ചിരുന്നു. എല്ലാ വാദങ്ങളും മെഡിക്കൽ റിപ്പോർട്ടുകളും പരിഗണിച്ച ശേഷമാണ് അബൂബക്കറിന്റെ മൂന്നാം ജാമ്യാപേക്ഷയും തള്ളുന്നതായി പ്രത്യേക NIA കോടതി ഉത്തരവിട്ടത്. കഴിഞ്ഞ മാസമാണ് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ചെയർമാൻ OMA സലാം, വൈസ് ചെയർമാൻ ME അബൂബക്കർ എന്നിവരുൾപ്പെടെ 21 പ്രതികൾക്കെതിരെ ഡൽഹിയിലെ പാട്യാല ഹൗസ് NIA കോടതി പ്രത്യേക ഉത്തരവ്, ഗുരുതരമായ ഒരു കുറ്റകൃത്യങ്ങൾ, UAPA ഉൾപ്പെടെയുള്ള ഗുരുതര കുറ്റങ്ങൾ ചുമത്താനായിട്ട് ഒരു ഉത്തരവിട്ടത്. രാജ്യത്തിനെതിരെയുള്ള ഗൂഢാലോചന, ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിംഗ്, റിക്രൂട്ട്മെന്റ് തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ഈ കേസിലെ ഔദ്യോഗിക വിചാരണ ഈ മാസം 29-ന് ആരംഭിക്കും. രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഗൂഢാലോചന നടത്തുക, തീവ്രവാദ സംഘടനയിലേക്ക് പണം സമാഹരിക്കുക, തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക, ജനങ്ങളെ മനസ്സ് പറഞ്ഞ് തെറ്റിപ്പിച്ച് അവരെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ അവരെ വശീകരിച്ച് തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ അവരുടെ മനസ്സ് മാറ്റി തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള കുറ്റങ്ങൾ, ഗുരുതരമായ UAPA അടക്കമുള്ള രാജ്യദ്രോഹ കുറ്റങ്ങളാണ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. കൂടാതെ പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ആളുകളെ റിക്രൂട്ട് ചെയ്യുക തുടങ്ങിയ അതീവ ഗുരുതരമായ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. 2022 സെപ്റ്റംബറിൽ രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിലാണ് NIA പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ദേശീയ നേതാക്കളെ അറസ്റ്റ് ചെയ്തത്. കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ഈ നടപടി. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് 2022 ഏപ്രിൽ 13-ന് NIA കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്.